കനേഡിയൻ ഡ്രീം 2024 കഴിഞ്ഞു. അതായത് എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്കിടയ്ക്ക് നമ്മൾ മലയാളികൾക്ക് കാനഡ എന്ന സ്വപ്നം ഇതോടെ ഫിനിഷായോ എന്നാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ ആക്ച്വലി യുനോ ഡിസ്കസ് ചെയ്യുന്നത്. ആഷ് ടോക്സിൻ്റെ വേറൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നേരമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്കൊന്ന് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ ഐ തോട്ട് ഐ ജസ്റ്റ് കം ബാക്ക് ആൻഡ് ഡു എ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ഇതൊരു 3 പാർട്ട് സീരീസാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2024 ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡയിലേക്ക് വരുന്നതും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു 3-4 ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാനഡയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കായി, കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട് ഇതിൽ. നമ്മൾ ജസ്റ്റ് ഏജൻറ്റ് പറയുന്ന മാത്രം കേട്ടിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം നോട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻ ജനറൽ ഒരു ഇമിഗ്രേഷനോട് ഒരു 2019 സമയത്തൊക്കെ ഒരു കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം ഭയങ്കര ഫേവറബിൾ ആയിരുന്നു. എത്രയും കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെയൊക്കെയുള്ള ഒരു മോട്ടിവേഷനായിരുന്നു ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ജനങ്ങൾക്കും ഒരു കാനഡ അറിയാലോ, ഇമിഗ്രേഷൻ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നല്ലോ കാനഡയിൽ. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ചില ചേഞ്ചസ് വരുന്നുണ്ട്. അതൊക്കെ ആ കാര്യങ്ങളെ പറ്റി ഞാൻ ഡീറ്റെയിൽ അടുത്ത് അല്ലെങ്കിൽ സെക്കൻഡോ തേർഡ് പാർട്ടിൽ പറയാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ മാതിരി സ്റ്റുഡൻറ്റ് വീസയിൽ വരുന്നവർക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 2024 അപ്ഡേറ്റ്സ് ആണ്. നമ്മൾ നോക്കുന്നത് വെച്ചാൽ 2024 കനഡിയൻ ഗവൺമെൻറ് ക്വോട്ട കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ അതായത് അറിയാലോ, ഒരു കാനഡയ്ക്ക് എല്ലാത്തിനും ടാർഗറ്റ്സ് ഉണ്ട്. അത് ഇത്ര സ്റ്റുഡൻസിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇത്ര PR പുതിയ കൊടുക്കണം എന്നുള്ള ടാർഗറ്റ്സ് കാനഡിയൻ ഗവൺമെൻറ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2024 കാനഡ ഗവൺമെൻറ് ഒരു റിഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റുഡൻറ്റ് വീസയിൽ കാനഡയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ബേസിക്കലി സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 35% കട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതെങ്ങനെ എഫക്റ്റ് എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും ഡിപ്ലോമ അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ നോക്കുന്നവർക്ക് അപ്രൂവൽ റേറ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കാനഡ മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ മേ ബി ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഡിപ്ലോമ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് നോക്കുന്നെങ്കിൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ദർ ഇസ് ഹൈ പോസിബിലിറ്റി ചിലപ്പം അപ്രൂവൽ വരില്ല എന്നുള്ളത്. ആൻഡ് ചില പ്രോവിൻസുകൾക്ക് ആ ഒരു അപ്രൂവൽ വരാനുള്ള ചാൻസും കുറവാണ് ഇപ്പം, എസ്പെഷ്യലി ഒണ്ടാരിയോ. ഈ 35% ആണ് ഓവറോൾ കട്ടെങ്കിലും ചില പ്രോവിൻസിൽ കൂടുതലാണ്, കാരണം അവിടെ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട്. ഒണ്ടാരിയോയിൽ കട്ട് നല്ലോണം എനിക്കൊന്ന് 50% പറ്റാൻ തോന്നുന്നു കട്ട്. പിന്നെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കട്ടുണ്ട്, റിഡക്ഷൻ വരുന്നുണ്ട്. പിന്നെ നോവാസ്കോഷ്യ, നമുക്കറിയാം ഒരുപാട് മലയാളി സ്റ്റുഡൻസ് പുതിയായിട്ട് പോകുന്നൊരു പ്രോവിൻസായിരുന്നു നോവാസ്കോഷ്യ. അപ്പോൾ നോവാസ്കോഷ്യ ഈ 3 പ്രോവിൻസിലും ഓൾമോസ്റ്റ് 50% കട്ടാണ്. അപ്പോൾ ഈ പ്രോവിൻസിൽ അപ്ലൈ ചെയ്യുന്നവർ മേ ബി വേറെ പ്രോവിൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോസിബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാക്കപ്പ് ഒരു പ്ലാൻ ഇപ്പോൾ ഓസ്ട്രേലിയ അങ്ങനെയുള്ള കൺട്രീസൊക്കെ ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് വെക്കുന്നതും നല്ലതായിരിക്കും. കാരണം കാനഡ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ ഓവർസീസ് പോയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ കൂടി ബാക്കപ്പായിട്ട് വെക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. വേറൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആയാലും നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ്. നമുക്കറിയാം കാനഡയിൽ മുമ്പ് നിങ്ങൾ 8 മന്ത്സ് അറ്റ്ലീസ്റ്റ് 8 മന്ത്സിൻ്റെ കോഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ്, അത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്, നിങ്ങൾക്ക് ആക്ച്വലി ഏതൊരു എംപ്ലോയറിൻ്റെ അടുത്തും പോയിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷന് ഗവൺമെൻറ് ബേസിക്കലി ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രൈവറ്റ് കോളേജസിൽ പബ്ലിക് ലൈസൻസ് പ്രോഗ്രാംസ് പഠിപ്പിക്കുന്ന പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി മുതൽ എൻ്റെ ഓർമ്മ ശരിയാണ് സെപ്റ്റംബർ 2024 എന്ന് തോന്നുന്നു, അവിടെ പഠിക്കുന്നവർക്ക് പുതിയൊരു വർക്ക് പെർമിറ്റ് കൊടുക്കില്ല, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കൊടുക്കില്ല. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചേഞ്ചാണിത്, കാരണം ഒരുപാട് ആൾക്കാർ പ്രൈവറ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ പുതിയതായിട്ട് എൻറോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ വന്നിട്ട് പിന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ കൊണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം അത് ഏജൻസിയായിട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നുള്ളത്. സോ ഇവിടുത്തെ സെറ്റപ്പ് എന്താ വെച്ചാൽ ഇവിടുത്തെ ചില കോളേജസ് ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ നാട്ടിൽ ഒരു പ്രൈവറ്റ് കോളേജ്, നാട്ടിൽ ഒരു MG യൂണിവേഴ്സിറ്റീൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്, MG യൂണിവേഴ്സിറ്റീൻ്റെ കോഴ്സ് ആയിരിക്കും, അത് ലൈസൻസ് കോഴ്സ് ആയിരിക്കും. അത്
ഇവർ പഠിപ്പിക്കും, ഈ പ്രൈവറ്റ് കോളേജ്. എന്നിട്ട് MG യൂണിവേഴ്സിറ്റിക്ക് ഒരു ഫീ കൊടുക്കുന്ന മാതിരത്തെ അറേഞ്ച്മെൻറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര മോശമാണ്, അവർ ബേസിക്കലി ജസ്റ്റ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ട് കാശ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് കൊടുക്കില്ല. അപ്പം അതും വളരെ ശ്രദ്ധിക്കേണ്ട സെക്കൻഡ് പോയിൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്പർ ഓഫ് കട്ട്സ്, പെർസെൻറ്റേജ് ഓഫ് കട്ട്സ് വരാൻ പോവാണ്. പിന്നെ വേറെയുള്ളതാണ് ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ വരുന്ന ചേഞ്ചസ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് സ്പൗസൽ വർക്ക് പെർമിറ്റ് ആണ്. ഇപ്പോൾ കാനഡയിൽ അറിയാലോ, എൻ്റെയൊക്കെ 1-2 ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഹസ്ബൻഡാണ് പഠിക്കാൻ വരുന്നെങ്കിൽ വൈഫിന് ഇവിടെ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ വന്നിട്ട് പണിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് വളരെ ഫേവറബിൾ, കാരണം ഒരാൾ പഠിക്കുകയാണ്, മറ്റേ ആൾ പണിയെടുക്കുകയാണ്. അപ്പം അങ്ങനെ ബാലൻസ് ചെയ്ത് പോകും. മറ്റേ ആളും പാർട്ട് ടൈം ഒക്കെ ചെയ്യുമ്പം ഒരുവിധം ഫാമിലി റൺ ചെയ്യും, പിന്നെ കുട്ടികളോട് സ്കൂളിൽ പോകും. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുള്ള ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ഇവിടെ മിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി സ്റ്റോപ്പ് ചെയ്യണം. അൺലെസ് നിങ്ങളൊരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാം, അതും അതൊരു പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ, അങ്ങനെയുള്ള മാസ്റ്റേഴ്സും ഡോക്ടറൽ പ്രോഗ്രാമിൽ വരുന്നവർക്ക് മാത്രമേ സ്പൗസൽ വർക്ക് പെർമിറ്റ് അപ്രൂവൽ ഇനി മുതൽ കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്ലാനുള്ള ആളായിരുന്നു നിങ്ങളെങ്കിൽ അതും ശ്രദ്ധിക്കണം. കാരണം അതും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വരുന്നെങ്കിൽ. കാരണം എൻ്റെ 1-2 ഫ്രണ്ട്സ് അങ്ങനെ വന്നിട്ട് ആക്ച്വലി അവർ നല്ല സെറ്റിലായിരുന്നു അതിന് ശേഷം. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ അവരിപ്പോഴാണ് അത് ട്രൈ ചെയ്തെങ്കിൽ അവർക്ക് ആക്ച്വലി പറ്റില്ലായിരുന്നു. പക്ഷേ ആ ഒരു ഓപ്ഷനും കൂടി കാനഡയിൽ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് സ്റ്റുഡൻറ്റ് വീസയിൽ വരുന്നവർക്കുള്ളത്, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ് വാസ് പോയിന്റ് നമ്പർ 3. പിന്നെ 4th പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കോസ്റ്റിൻ്റെ, അതായത് എനിക്ക് മുമ്പ് ഒരു $10,000 ആയിരുന്നു നമ്മളൊരു ഇതായിട്ട് കാണിക്കേണ്ടത്. നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടിരുന്ന എമൗണ്ട്. അതെനിക്കൊന്ന് കുറേ 20-30 കൊല്ലമായിട്ട് ആ എമൗണ്ട് തന്നെയാണ്, ഡെക്കേഡ്സായിട്ട് ആ എമൗണ്ട് തന്നെയായിരുന്നു. പക്ഷേ അത് അവർ ചേഞ്ച് ചെയ്തിട്ട് $20,000 മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അത് ഡബിളായി. അപ്പം അത് നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ലോണാണെങ്കിലും ഫണ്ട്സൊക്കെ അറേഞ്ച് ചെയ്യുന്നവർക്കും അതൊരു മേജർ ചേഞ്ച് ആണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച 3-4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. പക്ഷേ ഇൻ ജനറൽ കാര്യങ്ങൾ കുറച്ച് ഒരു 2019-2020 മാതിരിയല്ല കാനഡയിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അഗെയിൻ ഞാൻ കനഡിയൻ ഡ്രീം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് 2 കൊല്ലം മുമ്പൊക്കെ ഞാൻ ചെയ്ത വീട്ടിലൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇമിഗ്രേഷൻ നമ്പേഴ്സ് കൂട്ടാനുള്ള ടാർഗറ്റ് ആണ്. അതൊക്കെ നമുക്ക് ഒബ്വിയസ്ലി പോസിറ്റീവായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റുള്ള ചേഞ്ചസ് കുറച്ച് മോശമാണ്. ഒന്നാമത് എക്കണോമിക് സ്ലോ ഡൗൺ ആണ്, ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്നു. പിന്നെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറുന്നുണ്ട് കാനഡയിൽ ഈ ഒരു പുതിയ ഇമിഗ്രൻസിനോടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊരിക്കലും കാനഡയിൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിച്ച അറൗണ്ട് സ്റ്റുഡൻറ്റ് വീസ. അഗെയിൻ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബോ ലൈക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കാരണം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മുടെ PR-ന് വരുന്നവരും അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ട് വേറെ വീഡിയോ ചെയ്യുന്നു. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കമൻറ്റ്സ് ഇടുക, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ആയിട്ട് ഇടുക. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. ബൈ ബൈ.